ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. UGC നെറ്റിലെ വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ കുറെ പേർക്ക് കിട്ടാത്തതുമായ ഒരു ഭാഗമാണ് ലോജിക്കൽ റീസണിങ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ലോജിക്കൽ റീസണിങ്ങിനെ കുറിച്ചാണ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ക്ലാസ് ലോജിക്കൽ റീസണിങ്ങിന്റെ സിലബസ് സ്റ്റഡിയാണ്. സോ ലെറ്റ് us go to the syllabus study of logical reasoning. ലോജിക്കൽ റീസണിങ്ങിൽ നമുക്ക് UGC നെറ്റ് നമ്മോട് പറഞ്ഞിരിക്കുന്ന സിലബസ് എന്നാണ് അതിനെ കുറിച്ചാണ് ഞാൻ ആദ്യം പറയുന്നത്. എന്നിട്ട് ഇതിൽ ക്വസ്റ്റ്യൻസ് വരുന്ന രീതി എങ്ങനെ ആയിരിക്കും എന്നതിനെ കുറിച്ച് കൂടെ പറയാം ഈ ക്ലാസ്സിന്റെ അവസാനത്തിൽ. സോ ലെറ്റ്സ് മൂവ് ടു ദ ക്ലാസ്. ഫസ്റ്റ് ഓഫ് ഓൾ, സിലബസ് എന്ന് പറയുമ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സ്ട്രക്ചർ ഓഫ് ആർഗ്യുമെന്റ്സ്, ആർഗ്യുമെന്റ് ഫോംസ്, ഡിഫറെന്റ് ഫോംസ് ഓഫ് ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരുപാട് തരത്തിലുള്ള ആർഗ്യുമെന്റ്സ് ഉണ്ട്. ആക്ച്വലി ആർഗ്യുമെന്റ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റിന് എല്ലാ സ്റ്റേറ്റ്മെന്റും നമുക്ക് ആർഗ്യുമെന്റ് ആണ് എന്ന് പറയാൻ കഴിയില്ല. അഗൈൻ ഐ എം ടെല്ലിങ്, എല്ലാ സ്റ്റേറ്റ്മെന്റും നമുക്ക് ആർഗ്യുമെന്റ് ആണെന്ന് പറയാൻ കഴിയില്ല. ഓക്കെ, ബട്ട് സ്റ്റിൽ ആർഗ്യുമെന്റ് ഈസ് ആൾസോ എ സ്റ്റേറ്റ്മെന്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഞാനത് ഡീപ്പായിട്ട് തന്നെ ഇതിന്റെ ഓരോ സ്റ്റെപ്പുകളിൽ നമ്മൾ വ്യത്യസ്ത ടൈപ്സ് ഓഫ് ആർഗ്യുമെന്റ്സ് പഠിക്കുമ്പോൾ നമ്മളത് കൃത്യമായിട്ട് പഠിക്കും. ഡോണ്ട് വറി. സോ അത് നമുക്ക് ഇതിനകത്ത് പഠിക്കാണ്ട് ആർഗ്യുമെന്റ് ഫോംസ് ഏതൊക്കെയാണ് നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ആർഗ്യുമെന്റ് ഫോംസ്. നിലവിൽ അവൈലബിൾ ആയിട്ടെന്ന് പറയുമ്പോൾ ഫിലോസഫിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിലവിൽ എല്ലാവരും ഉപയോഗിക്കുന്ന, പ്രമാദമായി ഉപയോഗിക്കുന്ന ആർഗ്യുമെന്റ് ഫോംസുകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനെക്കുറിച്ചാണ് ക്വസ്റ്റ്യൻസും വരിക. അതിനപ്പുറത്തേക്ക് ക്വസ്റ്റ്യൻ വരില്ല എന്നുള്ളതാണ് ഈ പാർട്ടിനകത്ത് പ്രത്യേകത. ദെൻ വി ഹാവ് സ്ട്രക്ചർ ഓഫ് കാറ്റഗോറിക്കൽ പ്രൊപ്പോസിഷൻ. കാറ്റഗോറിക്കൽ പ്രൊപ്പോസിഷൻ നമുക്ക് പഠിക്കാനുണ്ട്. സിലോജിസം നമുക്ക് പഠിക്കാനുണ്ട്. അതിന്റെ തന്നെ മൂഡ് ആൻഡ് ഫിഗർ, സിലോജിസത്തിന്റെ മൂഡ് ആൻഡ് ഫിഗർ എങ്ങനെയാണ് നമ്മൾ അതിനെ കാണേണ്ടത് എന്നുള്ള പാർട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യനിൽ നോർമലി ഇപ്പോൾ ലോജിക്കൽ റീസണിങ്ങിൽ നിങ്ങൾ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ കാണുന്ന ഒരു സാധനമാണ് എന്ത്, ഓൾ കാർസ് ആർ ബ്ലാക്ക് എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. എന്നിട്ട് ഈ സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കുന്ന സ്റ്റേറ്റ്മെന്റ് താഴെ കൊടുത്ത ഓപ്ഷനിൽ ഏതാണ്, അല്ലെങ്കിൽ ഇതിനോട് യോജിക്കാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണ്. ഇപ്പൊ പുതിയ വെർഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഇതിനോട് കോൺട്രഡിക്ടറി ആയത് ഏതാണ്, ഇതിനോട് സബ് കോൺട്രറി ആയത് ഏതാണ്, ഇതിന് സബ് ആൾട്ടർനേറ്റ് ആയത് ഏതാണ്, കോൺട്രഡിക്ടറി ആയത് ഏതാണ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ നമുക്ക് പുതിയ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസിനകത്ത് വരുന്നത്. നമ്മൾ അത് വേണം പഠിക്കാൻ. അത് പഠിക്കാൻ നമുക്ക് ഈസി ആയിട്ട് സ്ക്വയർ ഓഫ് ഒപ്പോസിഷനിൽ പഠിക്കാൻ പറ്റും. സ്ക്വയർ ഓഫ് ഒപ്പോസിഷനും ഈ സിലബസിനകത്ത് നമുക്ക് പഠിക്കാനുള്ള കാര്യമാണ്. അപ്പോ ഇതാണ് ആക്ച്വലി നമുക്കിപ്പോ കാറ്റഗറിക്കൽ പ്രൊപ്പോസലിൽ കൂടുതലായിട്ട് വരുന്ന സംഭവം. അതായത് സിലോജിസം പ്രകാരം നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റ്, ഒരു പ്രിമൈസ്, ഫസ്റ്റ് പ്രിമൈസും സെക്കൻഡ് പ്രിമൈസും, നമ്മൾ തന്നെ മേജർ പ്രിമൈസും മൈനർ പ്രിമൈസും ഒക്കെ വിളിക്കാം. ഒരുപക്ഷെ രണ്ട് പ്രിമൈസ് മാത്രമല്ല, എത്ര പ്രിമൈസും ആവാം ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് എത്താൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ആർഗ്യുമെന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. രണ്ട് പ്രിമൈസുകളോട് ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുന്ന ആ പ്രോസസ്. അപ്പൊ ആ ഒരു സിലോജിസം വർക്ക് ചെയ്യുന്നത് പല രൂപത്തിലുണ്ട്. അത് ആക്ച്വലി അതിന്റെ മൂഡ്സ് ആൻഡ് ഫിഗറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് ഇപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ സിലോജിസത്തിൽ നമുക്ക് ഒരു ആൻസർ കിട്ടിയത് എന്നതിനെ ഡിഫൈൻ ചെയ്യുന്ന മൂഡ്, അതുപോലെ തന്നെ അതിനെ തന്നെ ഡിഫൈൻ ചെയ്യുന്ന ഫിഗർ, ബോത്ത് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അതും നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. ഐ വിൽ ഗിവ് യു എ ഡീപ്പ് ആൻഡ് ഡിഫൈൻഡ് തിങ്സ് ഇൻ ദ റെസ്പെക്റ്റീവ് ക്ലാസ്സസ്. ഓക്കെ, നമുക്ക് മൂഡ്സ് ആൻഡ് ഫിഗറിന് മാത്രം സെപ്പറേറ്റ് ക്ലാസ് നമുക്ക് അവൈലബിൾ ആണ് ഈ വീഡിയോ സീരീസിൽ തന്നെ. അതുപോലെ തന്നെ നമുക്ക് കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷനെ കുറിച്ച് അവൈലബിൾ ആണ്. സിലോജിസത്തിന്റെ, അരിസ്റ്റോട്ടലിൻ സിലോജിസത്തിന്റെ കംപ്ലീറ്റ് പാർട്ട് നമ്മൾ ഒരു വീഡിയോ ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ഒരു സീരീസിനകത്ത് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. സോ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ഇഫ് യു ഗോ ത്രൂ ദാറ്റ് തിങ്സ് ഇൻ എ ഗുഡ് മാനർ. നിങ്ങൾ അതിലൂടെ കറക്റ്റ് ആയിട്ട് പോകണം. ആക്ച്വലി ഐ മീൻ വിത്ത് ഫുൾ എനർജി ആൻഡ് ഫുൾ കോൺഷ്യസ്നസ്. നിങ്ങൾ അത് ഈ വീഡിയോസ് നിങ്ങൾ വാച്ച് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ക്ലാസ് ഈസിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, then we have formal and informal fallacy. Fallacy എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്, ജസ്റ്റ് ഒരു പറയാം. ഫാലസി എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ എല്ലായിടത്തും പറയുന്നുണ്ട് ഫാലസി, അല്ലേ? ഹി മേഡ് എ സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഇസ് സോ ഫെലേഷ്യസ് സ്റ്റേറ്റ്മെന്റ്. അദ്ദേഹം പറഞ്ഞത് പച്ച നുണയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാറുണ്ട്. ഫാലസി എന്ന് പറഞ്ഞാൽ ശരിക്കും എറർ ഉണ്ടാവുക എന്നുള്ളതാണ്. അത് പലതരത്തിലും എറർ ഉണ്ടാവാം. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ സ്ട്രക്ചർ, ഒരു ആർഗ്യുമെന്റിന് എറർ ഉണ്ടാവുമ്പോൾ ആ ആർഗ്യുമെന്റ് ചെയ്ത രീതി തന്നെ, അതിന്റെ സ്ട്രക്ചർ തന്നെ തെറ്റാണെങ്കിൽ ദാറ്റ്സ് എ ഫോർമൽ ഫാലസി. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ അതിന്റെ സ്ട്രക്ചറിന് ഒരു പ്രശ്നമില്ല. ഞാൻ സിംപ്ലസ്റ്റ് ടൈമിൽ പറയുന്നത് ഡിഫൈൻ ചെയ്തിട്ട് നമ്മൾ ഫോർമൽ ഫാലസിയെ കുറിച്ചും ഇൻഫോർമൽ ഫാലസിയൊക്കെ കുറിച്ച് നമ്മുടെ വീഡിയോസ് വരും. അപ്പൊ നമ്മൾ ഒരു സ്ട്രക്ചറിൽ ഒരു പ്രശ്നമൊന്നുമില്ല, പക്ഷെ അതിന്റെ എസെൻസിൽ അല്ലെങ്കിൽ അതിന്റെ കണ്ടന്റിൽ പ്രശ്നങ്ങളുള്ളതിനാണ് ശരിക്കും ഇൻഫോർമൽ ഫാലസി. ഒരുപാട് തരത്തിലുള്ള ഇൻഫോർമൽ ഫാലസീസ് ഉണ്ട്.
ഒരുപാട് തരത്തിലുള്ള ഇൻഫോർമൽ ഫാലസീസ് ഉണ്ട്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ഇൻഫോർമൽ ഫാലസീസ് ആണ് നമ്മൾ പഠിക്കുക. അതിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് ആണ് സാധാരണയായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാനുള്ളത്. ഫാലസിയെ കുറിച്ച് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പൊ നിലവിൽ ഫോളോ ചെയ്യുന്ന രീതി. UGC നീറ്റ് എക്സാമിനേഷൻ നിലവിൽ ഫോളോ ചെയ്യുന്ന രീതി അങ്ങനെയാണ്. അപ്പോൾ ഫാലസി ആൻഡ് ഇൻഫോർമൽ ഫാലസി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഈ എറേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നോർമലി ഒരു ആർഗ്യൂവറെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ഒരു കാര്യം സമർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കേൾക്കുന്ന ഒരാളെ അതിലേക്ക് എത്തിപ്പിക്കണം. ശരി അതല്ല, പക്ഷെ അതിലേക്ക് എത്തിപ്പിക്കണം. അങ്ങനെ ഒരു താല്പര്യത്തോടു കൂടെയും ഫാലസി സംഭവിക്കാം. ഫാലസി എപ്പോഴും എറർ തന്നെ ആയിരിക്കണം, എന്ന് പറഞ്ഞാൽ തെറ്റന്നായിരിക്കണം, അയാൾ വന്ന മിസ്റ്റേക്ക് തന്നെ ആയിരിക്കണം എന്ന് ഫാലസിക്ക് നിർബന്ധമില്ല. അയാൾ ചെയ്ത മിസ്റ്റേക്കും ആവാമല്ലോ ഫാലസി ആകുമ്പോൾ. നമ്മുടെ റീസണിങ്ങിൽ പ്രധാനമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ അത് തന്നെയാണ്. ഇത് എന്തിനു വേണ്ടി നമ്മളിത് പഠിക്കുന്നു എന്ന് വെച്ചാൽ, നിങ്ങളൊരു അസിസ്റ്റന്റ് പ്രൊഫസറായി നെറ്റ് ക്വാളിഫൈ ചെയ്ത് അസിസ്റ്റന്റ് പ്രൊഫസർ ആവുകയോ അല്ലെങ്കിൽ JRF ക്വാളിഫൈ ചെയ്ത് PhD ഒക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീസണിങ് കറക്റ്റായിട്ട് മനസ്സിലാവണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആർഗ്യുമെന്റിനെ കൃത്യമായിട്ട് കൺക്ലൂഡ് ചെയ്യാനും ആ കൺക്ലൂഡ് ചെയ്ത ആർഗ്യുമെന്റിനകത്തുള്ള ഫാലസികൾ കണ്ടെത്താൻ പറ്റിയാലേ അതിൽ എത്രമാത്രം ശരി തെറ്റുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനും ബോധ്യപ്പെടുത്താനും കഴിയുള്ളൂ. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പറയുമ്പോൾ വലിയ സംഭവമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള പാർട്ടാണ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഫാലസി എന്ന് പറഞ്ഞാൽ. സിമ്പിൾ ആയിട്ട് പഠിക്കാനും പറ്റും, എന്നാൽ പഠിച്ചു കഴിഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള ഒരു പാർട്ടാണ് ആക്ച്വലി ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഫാലസി. ദെൻ മൂവിങ് ഓൺ, നമുക്ക് യൂസേജ് ഓഫ് ലാംഗ്വേജസ്, എങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് ആർഗ്യുമെന്റിന്റെ ഓരോ സ്ട്രക്ചർ ഉപയോഗിക്കുന്നത്, ഓക്കെ, അതിനെക്കുറിച്ചും നമുക്ക് ഇതിനകത്ത് ഈ സിലബസിനകത്ത് പഠിക്കുന്നുണ്ട്. അതുപോലെ കൊണോട്ടേഷൻസ് ആൻഡ് ഡിനോട്ടേഷൻസ് ഓഫ് ദ ടേംസ്, ക്ലാസിക്കൽ ഓഫ് സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ആർഗ്യുമെന്റ്സിനെ നമ്മൾ 4ആയിട്ട് തരംതിരിച്ചിട്ട്, പ്രൊപ്പോസിഷനെ നമ്മൾ 4ആയി തരംതിരിച്ചിട്ട് അതിനെ നമ്മൾ AEIO എന്നാക്കിയിട്ട് നമ്മൾ എഴുതും. എന്നിട്ട് അതിനെ ഇത് തമ്മിലുള്ള ബന്ധം കണക്കാക്കുന്നു. അതുപോലെ അതിലൊന്ന് ശരിയാണെങ്കിൽ മറ്റേത് ശരിയാവുമോ, ഒന്ന് തെറ്റാണെങ്കിൽ മറ്റേത് തെറ്റാവുമോ, ഏതെല്ലാം തമ്മിൽ ഒരുമിച്ച് ശരിയാവാം, ഏതെല്ലാം തമ്മിൽ ഒരുമിച്ച് തെറ്റാവാം തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടും ഇതിനകത്ത് നിന്ന്. ഇപ്പോൾ ഈ ഏറ്റവും അവസാനം 2024 ജൂൺ 18 നടന്ന എക്സാം ക്യാൻസൽ ചെയ്തിട്ട് റീടെസ്റ്റ് നടത്തിയപ്പോൾ അതിലൊരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഒരു വിഭാഗത്തിന്റെ ക്വസ്റ്റ്യനിൽ ആ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ആക്ച്വലി. എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൾ കാർസർ ബ്ലാക്ക് എന്നതിനോട് യോജിക്കുന്നത് ഏതാ എന്ന് ചോദിക്കുന്നതിന് പകരം കുറച്ച് സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ട് യൂണിവേഴ്സൽ പ്രൊപ്പോസിഷനും യൂണിവേഴ്സൽ നെഗറ്റീവും അതുപോലെ തന്നെ പെർട്ടിക്കുലർ പോസിറ്റീവും പെർട്ടിക്കുലർ നെഗറ്റീവും ഇത് തന്നെ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് ആൻസർ ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് എന്ത് അറിഞ്ഞിരിക്കണം, സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ അറിഞ്ഞിരിക്കണം. ആൻഡ് സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ അറിഞ്ഞിരുന്നാൽ നമുക്ക് ആർഗ്യുമെന്റ്സിനെ കറക്റ്റ് ആക്കാൻ പറ്റുകയും ചെയ്യും. ഇപ്പൊ നമ്മുടെ ആർഗ്യുമെന്റിന്റെ വാലിഡിറ്റി, ഇപ്പോൾ ഇതിനെ നമ്മൾ കണക്കാക്കുന്നത് എബോവ് ഉള്ളത് നമ്മൾ പോസിറ്റീവായിട്ട് ആൾ ആയിട്ടും അതായത് യൂണിവേഴ്സൽ ആയിട്ടും താഴെ ഉള്ളത് നമ്മൾ പെർട്ടിക്കുലർ ആയിട്ടാണ് കണക്കാക്കുന്നത്. എന്ന് പറഞ്ഞാൽ സം എന്ന് ഉപയോഗിക്കുന്നതിന്. അപ്പൊ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് എങ്ങനെ ഉപയോഗിക്കാമല്ലോ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു പോവാണ്. ഇൻ ഡീപ്പ് നമ്മൾ ആ സ്ഥലത്ത് സ്ക്വയർ ഓഫ് ഒപ്പോസിഷന്റെ ക്ലാസ്സിൽ ഇൻ ഡീപ്പ് ആയിട്ട് തന്നെ ആ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. ഇവിടെ ആൾ കാർസർ ബ്ലാക്ക് എന്ന് പറയാം, സ്റ്റേറ്റ്മെന്റ് മാറ്റിയിട്ട് നോ കാർസർ ബ്ലാക്ക് എന്നൊരു സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ ഉണ്ടാവും. Then here we will have some cars are black and here we have some cars are not black. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഈ സ്ക്വയറിന്റെ മുകളിലുള്ളതൊക്കെ യൂണിവേഴ്സലും താഴെയുള്ളത് പെർട്ടിക്കുലർ ആവുകയും സ്ക്വയറിനെ നടുവിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് പോസിറ്റീവായിട്ടും റൈറ്റ് സൈഡിലുള്ളത് നെഗറ്റീവായിട്ടും ഇതിനെ കണക്കാക്കിയിട്ട് സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ പഠിക്കാൻ പറ്റും. അത് ഡീപ്പായിട്ട് പറയുമ്പോഴേ മനസ്സിലാവുള്ളൂ. സിമ്പിളായിട്ട് കുറച്ചെങ്കിലും ആ വിഷയത്തിൽ അറിയുന്ന ആളുകൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുള്ളൂ എന്നത് യാഥാർത്ഥ്യമാണ്, ഒരു തെറ്റൊന്നുമില്ല. ഫ്രം ദ ബിഗിനിങ് ഇറ്റ്സെൽഫ് നമ്മൾ സ്ക്വയർ ഓഫ് ഒപ്പോസിഷനെ കുറിച്ച് നമ്മുടെ ആ ഒരു വീഡിയോയിൽ തന്നെ കൃത്യമായിട്ട് പറയും. അപ്പൊ അതും നമുക്ക് ഈ ഒരു സിലബസിനകത്ത് പഠിക്കാനുണ്ട്. അതിനകത്ത് ക്വസ്റ്റ്യൻ ഉണ്ടാവും, നിർബന്ധമായിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഡോണ്ട് വറി. ദെൻ ഇവാലുവേറ്റിംഗ് ആൻഡ് ഡിസ്റ്റിംഗ്വിഷിംഗ് ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് റീസണിങ്. എന്താണ് ഡിഡക്റ്റീവ് റീസണിങ്, എന്താണ് ഇൻഡക്റ്റീവ് റീസണിങ് അല്ലെ? പെർട്ടിക്കുലർ ടു ജനറലും ജനറൽ ടു പെർട്ടിക്കുലർ ആണ്. ബേസിക്കലി നമ്മൾ പറയുമ്പോൾ എന്താണ് ഡിഡക്റ്റീവ് ഇൻഡക്റ്റീവ് എന്ന് പറഞ്ഞത് തമ്മിലുള്ള വ്യത്യാസം, ഒന്ന് പെർട്ടിക്കുലർ ടു ജനറൽ ആണ്, ഒന്ന് ജനറൽ ടു പെർട്ടിക്കുലർ ആണ് എന്നാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ അതിന്റെ ഡീപ്പ് ആയിട്ടുള്ള വെർഷൻസ് അതെങ്ങനെയാണ് റീസണിംഗിൽ ഇൻഫ്ലുവൻസ് ആയിരിക്കുക. അപ്പോൾ റീസണിംഗിൽ എങ്ങനെയാണ് ഡിഡക്റ്റീവും ഇൻഡക്റ്റീവ് ആയിട്ടുള്ള റീസണിങ്ങിനെ നമ്മൾ കണക്കാക്കുക എന്നുള്ളതാണ് ആ പാർട്ടിനകത്ത് പഠിക്കാനുള്ളത്.
ദെൻ വി ഹാവ് അനലോഗി. അനലോഗി ക്വസ്റ്റ്യൻസ് നോർമലി മറ്റ് എല്ലായിടത്തും ലൈക്ക് നമ്മുടെ മാത്സിനകത്തോ അല്ലെങ്കിൽ റീസണിങ്ങിലാക്കിയിട്ടോ ആയിരിക്കും അനലോഗി ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. രണ്ടായാലും നമുക്ക് അതിന് ആൻസർ ചെയ്യാൻ പറ്റും. അത് പൊതുവെ എല്ലാവർക്കും അറിയുമെന്നതുകൊണ്ട് ലെറ്റ് മി സ്കിപ്പ് ഓൺ ദാറ്റ്. ദെൻ വി വിൽ ഹാവ് വെൻ ഡയഗ്രാം. വെൻ ഡയഗ്രാമിനെ കുറിച്ചും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. വെൻ ഡയഗ്രാമിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്ന് പറയുമ്പോൾ അത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആക്ച്വലി വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളോട് ചോദിക്കുക ഫുട്ബോൾ കളിക്കുന്ന 8 പേരുണ്ട്, അല്ലെങ്കിൽ നേരെ തിരിച്ച് വേറെ ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇപ്പൊ ഒരു ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികൾ, ആ കുട്ടികൾക്കിടയിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയെന്ന് പറയുന്നില്ല എന്ന് സങ്കല്പിക്കുക. എന്നിട്ട് അതിനകത്ത് ഇത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസ് ദേ നോ ഹിന്ദി ആൻഡ് സം നമ്പർ ഓഫ് സ്റ്റുഡൻസ് നോ ഇംഗ്ലീഷ്, സം ഓഫ് ദം നോ ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി. അപ്പൊ അതിന്റെ കണക്ക് പറഞ്ഞിട്ടുണ്ടാവും, ടോട്ടൽ നമ്പർ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ എത്രയും നമ്മൾ കണ്ടെത്തേണ്ടി വരും. അത് നമുക്ക് ഈസിയായിട്ട് കണ്ടെത്താൻ പറ്റും. വെൻ ഡയഗ്രാം ഇങ്ങനെ ചിത്രം വരച്ചാൽ തന്നെ നമുക്ക് കണക്കാക്കാൻ പറ്റും. പക്ഷെ അത് എന്താണ് എന്നുള്ളതും ഇപ്പൊ ഹിന്ദിയോ ഇംഗ്ലീഷോ വരണുള്ള നമ്മൾ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കും. അത് എങ്ങനെയാണ് വരുന്നത് എന്ന് പഠിച്ചാൽ നമുക്ക് വെൻ ഡയഗ്രാം ഈസിയായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ആൻഡ് വി വിൽ ഹാവ് പ്രാക്ടീസ്, വി മസ്റ്റ് ഹാവ് സം പ്രാക്ടീസ്. ഓക്കെ, വെൻ ഡയഗ്രാം നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യണം, എന്നാലും നമുക്ക് ഈസിയായിട്ട് മനസ്സിലാവുള്ളൂ. ആൻഡ് വി ഹാവ് ടു ബി ഫോക്കസ് ഓൺ ദ ക്വസ്റ്റ്യൻ ഓൾസോ, എന്നാലേ വെൻ ഡയഗ്രാം ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് അപ്പോൾ വെൻ ഡയഗ്രാമിന്റെ സിമ്പിൾ ആൻഡ് മൾട്ടിപ്പിൾ യൂസസ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് വാലിഡിറ്റി ഓഫ് ആൻ ആർഗ്യുമെന്റ്. ആർഗ്യുമെന്റിന്റെ വാലിഡിറ്റിക്ക് വേണ്ടി വെൻ ഡയഗ്രാം എങ്ങനെയാണ് ഉപയോഗിക്കുക? ഞാൻ നേരത്തെ പറഞ്ഞ ആർ കാൾസ് ആർ ബ്ലാക്ക് എന്ന സംഭവമൊക്കെ വെൻ ഡയഗ്രാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ഒരു റൗണ്ട് വരയ്ക്കാണ് സങ്കല്പിച്ചോ. ഈ റൗണ്ടിനെ ഡിനോട്ട് ചെയ്യുന്നത് കാറാണെങ്കിൽ, എല്ലാ കാറും ബ്ലാക്ക് ആണെങ്കിൽ, സോറി ഇത് ബ്ലാക്ക് ആണ് ഉദ്ദേശിച്ച് ഈ റൗണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാ കാറും ബ്ലാക്കും ആണെങ്കിൽ എല്ലാ കാറും എന്തിനകത്ത് തന്നെ വരണം? ഈ റൗണ്ടിനകത്ത് തന്നെ വരണം, പുറത്തു പോകാൻ പാടില്ല. അതേസമയത്ത് ഈ റൗണ്ടിനകത്ത് ബ്ലാക്ക് ആയിട്ടുള്ള വേറെ വസ്തുക്കൾ ഉണ്ടാവാം, ഹെയർ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ അത് ഡീപ്പായിട്ട് നമുക്ക് വെൻ ഡയഗ്രാമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത വീഡിയോയിൽ പറയാം. ഇതാണ് ആ ഭാഗത്തുള്ള സിലബസ്. ഇനി സിലബസിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോകാം. എന്ന് പറഞ്ഞാൽ സിലബസിന്റെ ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ ലോജിക്ക്, അല്ലെങ്കിൽ നിലവിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ലോജിക്സ് ആണ് ആക്ച്വലി ഇതുവരെ പറഞ്ഞത്. ദെൻ വി ഹാവ് ഇന്ത്യൻ ലോജിക്. സെക്കൻഡ് പാർട്ട്, അല്ലെങ്കിൽ ഈ റീസണിങ്ങില് ഇപ്പോ ഈ റീസൺ ട്രെൻഡ്സ് പ്രകാരം ഇന്ത്യൻ ലോജിക്കിൽ നിന്നൊരു 2 to 3 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ടോട്ടൽ 5 ക്വസ്റ്റ്യൻസിൽ 2 to 3 ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അതിന്റെ അർത്ഥം എന്താ? ഹാഫ് ക്വസ്റ്റ്യൻസ് എങ്കിലും ഇന്ത്യൻ ലോജിക്കാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. റീസെന്റ് ട്രെൻഡ്സ് അങ്ങനെ അല്ലായിരുന്നു, സോറി ഏർലി ട്രെൻഡ് അങ്ങനെ അല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞ് നടന്ന എക്സാമുകൾക്കൊക്കെ ഇന്ത്യൻ ലോജിക്കിൽ നിന്ന് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ഇന്ത്യൻ ലോജിക്കിൽ നമുക്ക് എന്താ പഠിക്കാനുള്ളത്? മീനിങ് ഓഫ് നോളജ് ഫസ്റ്റ് ഓഫ് ഓൾ, എപ്പിസ്റ്റമോളജി, ഓണ്ടോളജി ഒക്കെ നമുക്ക് പഠിക്കണം, ഡീപ്പായിട്ട് തന്നെ പഠിച്ചു പോകണം. ദെൻ വി ഹാവ് പ്രമാണാസ്, നോളജ് അക്വയർ ചെയ്യാനുള്ള സോഴ്സ് ഓഫ് നോളജസ്. അപ്പൊ അതിനകത്ത് പ്രത്യക്ഷ പ്രമാണ, അനുമാന, ഉപമാന, ശബ്ദ, അർത്ഥപതി, അനുപലപ്തി തുടങ്ങിയിട്ടുള്ള പ്രമാണങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ വ്യാപ്തി, ഹെത്വഭാഷ ഒക്കെ പഠിക്കണം. ഹെത്വഭാഷ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ വെസ്റ്റേൺ ലോജിക്കിൽ നമ്മൾ എന്താണോ ഫാലസി എന്ന് പറഞ്ഞത് അത് തന്നെയാണ് ഇന്ത്യൻ ലോജിക്കിൽ ആക്ച്വലി ഹെത്വഭാഷ എന്ന് പറഞ്ഞാൽ. ഓക്കെ, പക്ഷെ അതിൽ ഇന്ത്യൻ ലോജിക്കിൽ അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതിനകത്ത് ഡിഫറൻസ് ഉണ്ട്. വെസ്റ്റേൺ ലോജിക്കിൽ ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ ഇന്ത്യൻ ലോജിക്കിൽ ഉപയോഗിക്കുന്നില്ല. അല്ല, അവിടെ പറയുന്ന എല്ലാ ഫാലസിലും ഇവിടെ പറയുന്നില്ല, ഇവിടെ പറയുന്ന രീതിയും അല്ല അവിടെ പറയുന്ന രീതി. അതുകൊണ്ട് രണ്ടായിട്ട് നമുക്ക് പഠിക്കണം. പക്ഷെ സിമ്പിളാണ്. ഇന്ത്യൻ ലോജിക്ക് പഠിക്കാൻ പൊതുവെ മലയാളികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അത്ര റിസ്ക് ആയിട്ടുള്ള കേസല്ല. കാരണം ഇത് അധികമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് സംസ്കൃത വേർഡുകളായിരിക്കും. ഈ സംസ്കൃത വേർഡുകളുടെ പ്രത്യേകത, സംസ്കൃത വേർഡുകൾ എന്ന് പറയുമ്പോൾ തന്നെ സംസ്കൃത് എന്നാൽ സംസ്കൃതം അറിയില്ലേ, നമ്മൾ മലയാളത്തിൽ എന്താ പറയുക? സംസ്കൃതം. അപ്പൊ എല്ലാത്തിനും ഒരു ലാസ്റ്റ് ഒരു കൂട്ടി കൊടുത്താൽ അധികവും മലയാളം. ഉദാഹരണത്തിന് ഇവിടെ പ്രമാണ എന്ന് പറഞ്ഞാൽ പ്രമാണം, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അങ്ങനെ നമുക്ക് ഏകദേശം എല്ലാം കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ഒരു ഏകദേശം നമുക്ക് എന്തറിയാൻ പറ്റും? മലയാളം അറിയും എന്നതുകൊണ്ട് തന്നെ നമുക്ക് കണക്ട് ചെയ്തുകൊണ്ട് പഠിക്കാനും വളരെ ഈസി ആയിട്ടുള്ള പാർട്ടാണ് ഇന്ത്യൻ ലോജിക്ക്. അത് അങ്ങനെ തന്നെ പഠിക്കണം. അങ്ങനെ പഠിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പഠിക്കുകയും വേണം. അപ്പോൾ ഈസി ആയിട്ട് കിട്ടും. അപ്പൊ ഇൻ ടോട്ടൽ നമ്മുടെ ലോജിക്കൽ റീസണിങ്ങിന്റെ സിലബസ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞതാണ്. നമുക്ക് 2 പാർട്ടായിട്ട് എടുക്കാം. ഒന്ന് വെസ്റ്റേൺ ലോജിക്, അല്ലെങ്കിൽ ഓർഡിനറി ലോജിക്, നമുക്ക് അറിയുന്ന, നിലവിൽ അറിയുന്ന, നമ്മൾ ഉപയോഗിക്കുന്ന ആർഗ്യുമെന്റൽ ടൈപ്പ് ഓഫ് സ്ഥാനങ്ങൾ. ദ സെക്കൻഡ് പാർട്ട് ഈസ് ഇന്ത്യൻ ലോജിക്. രണ്ടും ഡീപ്പായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തു. അതിനകത്ത് ഫാലസി പഠിക്കാനുണ്ട്, അതിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, സിലോജിസം പഠിക്കാനുണ്ട്, സ്ക്വയർ ഓഫ് ക്വസ്റ്റ്യൻ പഠിക്കാനുണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതിന്റെ ഇൻ ടോട്ടൽ നിങ്ങൾ വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു വീഡിയോയെ പരിഗണിക്കാൻ, ഈ ഇൻട്രോയെ പരിഗണിക്കുകയാണെങ്കിൽ, സിലബസ് സ്റ്റഡിയെ വളരെ ഈസി ആയിട്ട് എടുക്കുകയാണെങ്കിൽ
അല്ലെങ്കിൽ സിലബസ് സ്റ്റഡി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിന് താഴെയുള്ള ഇനി വരാനിരിക്കുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ മനസ്സിലാവും. സോ ലെറ്റ് മീ താങ്ക് യു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഫ്രം ദ ബിഗിനിങ് ഓഫ് വാട്ട് വി ഹാവ് ടു സേ. എനിവേ, സോ താങ്ക് യു.